എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ബിഗ് മോം അവരാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പോ ലൂഫിയുടെ പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. അവരുടെ ആ ഒരു നിലവിളിയിൽ തന്നെ ഒരുപാട് ഹോക്കി പവർ പുറത്തേക്ക് വന്ന് ചുറ്റുമുണ്ടായിരുന്ന അവളുടെ അസിസ്റ്റൻസ് അവരെല്ലാവരും കിലോമീറ്ററുകൾ ദൂരം അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ബിഗ് മോം ഏറെ ഇഷ്ടപ്പെടുന്ന അവളുടെ 10ാമത്തെ മകൻ ക്രാക്കറിനെയാണ് നമ്മുടെ ചെക്കൻ ഒറ്റയടിക്ക് തല്ലിക്കൊന്നത്. ബിഗ് മോമിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയും നാമിയും അവരാണെങ്കിൽ ഒരുപാട് വിഷമത്തില് അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അവര് ലൂഫി ആണെങ്കിൽ തറപ്പിച്ചു പറയും, സാഞ്ചി അവൻ ഇവിടേക്ക് വരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ തിരികെ പോവുകയാണെങ്കിൽ അത് സാഞ്ചിയായിട്ട് മാത്രമേ പോവൂന്ന് പറഞ്ഞ് ചോരയിൽ കുളിച്ച് അങ്ങനെ ടയർഡായിട്ട് വീണ് കിടക്കും. തൊട്ടടുത്തിരിക്കുന്ന നാമിക്ക് അവൾക്കാണെങ്കിൽ എങ്ങനെ പറഞ്ഞ് ലൂഫിയെ ആശ്വസിപ്പിക്കണം, അവൾക്ക് സ്വയം ആശ്വാസം കണ്ടെത്തണം എന്നൊന്നും അറിയില്ല. സാഞ്ചി അവരെ വിട്ടിട്ട് പോയതോർത്ത് അവളും ഒരുപാട് വിഷമത്തിൽ കരയാനായിട്ട് തുടങ്ങും. നാമിയാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ ലൂഫിയോട് പറയും, തീർച്ചയായിട്ടും ക്രാക്കറിനെ കൊന്നതിന് ബിഗ് മോം അവൾ നമ്മളെ വെറുതെ വിടില്ല. അവൾ ഇവിടേക്ക് വന്നാൽ തീർച്ചയായിട്ടും വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതൊന്നും കേട്ട് യാതൊരു കൂസലും ഇല്ല. അവൻ അവിടെ തന്നെ സ്റ്റബ്ബാണായിട്ട് കിടക്കുകയാണ്. ഇവിടെ ആ മോൺസ്റ്റർ ട്രീ അതിന്റെ തല അത് നഷ്ടമായി. ഇനിയിപ്പോ അതിന്റെ ബാക്കിയുള്ള ജീവൻ അത് ബിഗ് മോം എടുക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ബിഗ് മോമിന്റെ കാസ്റ്റിലുള്ള ആ ഒരു ഏരിയയില് അങ്ങനെ ഡാർക്ക് ക്ലൗഡ്സ് ഒക്കെ വന്ന് അന്തരീക്ഷം വളരെ ബാഡായിട്ട് മാറുകയാണ്. മോൺസ്റ്റർ ട്രീക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബിഗ് മോമിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവളുടെ മൂഡ് അത് വളരെയധികം വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇങ്ങനെ സംഭവിച്ചാൽ അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കും. നിമിഷ നേരം കൊണ്ട് ആ ബ്ലാക്ക് ക്ലൗഡ് അത് ഐലാൻഡിനെ മുഴുവനായിട്ടും അങ്ങനെ കവർ ചെയ്യാണ്. നാമിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച അത് വിശ്വസിക്കാനായിട്ടാവില്ല. കാരണം ഒറ്റൊരാളെ കൊണ്ട് ഒരിക്കലും അത്രയും ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം മറ്റൊന്നുമല്ല, ബിഗ് മോമിന്റെ പവർ അതൊരു 100 പേർക്ക് സമമാണ്. ആ ഒരു ക്ലൗഡ് അത് കൂടുതൽ ഡീപ്പറായിട്ട് വരുന്നതോറും നാമിയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കാരണം അവൾക്ക് ക്ലൈമറ്റുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. വലിയ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ ചെറിയൊരു സൂചന അതുമാത്രമാണ് ഇത് എന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഐലാൻഡിലുള്ള ജനങ്ങൾ അവരെല്ലാവരും പേടിച്ച് വിറച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. അപ്പോഴായിരിക്കും സാഞ്ചിയും അവന്റെ ഫാമിലിയും അവിടേക്ക് വരിക. അവർക്കും അവിടെ എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഐലാൻഡിൽ ഒരു വലിയ ഡോറ് അതങ്ങനെ പതിയെ ഓപ്പൺ ആവുകയാണ്. അതിലൂടെ ബിഗ് മോമിന്റെ ഹസ്ബൻഡ്സും മക്കളും റിലേറ്റീവ്സും അസിസ്റ്റൻസും അങ്ങനെ എണ്ണമറ്റ ആൾക്കാർ കടന്നു വരികയാണ്. സാഞ്ചി ആണെങ്കിൽ അവരെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കും. അവരുടെ കയ്യിൽ വലിയ വലിയ ആയുധങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവർ ലൂഫിയെയും അവന്റെ ടീംമേറ്റ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കുമെന്ന് അവൻ ചിന്തിക്കുകയാണ്. ഇവിടെ ബിഗ് മോമിന്റെ മക്കൾ ഓരോരുത്തരായിട്ട് ടെറർ ഫേസിൽ വമ്പൻ ആയുധങ്ങളൊക്കെ ഏന്തി റെഡിയായിട്ട് നിൽക്കും. സാഞ്ചി പേടിച്ചതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇപ്പൊ ലൂഫിയാണ്. ലൂഫിയെ തല്ലിക്കൊല്ലാനാണ് അവർ ഇത്തരത്തില് വലിയൊരു പടയായിട്ട് നീങ്ങുക. ഒരു സെക്കൻഡ് സാഞ്ചി അവൻ ലൂഫി പറഞ്ഞ കാര്യം ആലോചിക്കുക. അവൻ ലൂഫി പറഞ്ഞ കാര്യം അത് ആലോചിക്കും. സാഞ്ചി, നീ തിരികെ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് മാത്രമേ ഞാൻ ഇനി കഴിക്കൂന്ന് പറഞ്ഞ് ശബ്ദം എടുത്താണ് അവൻ അവിടെ തന്നെ ഇരിക്കുന്നത്. ലൂഫി അവൻ മരണം വരെ അവന്റെ വാക്കിൽ നിന്ന് പിന്മാറുന്ന ഒരാളല്ല. സോ ഇങ്ങനെ പോയാൽ ഇത് വലിയ അപകടമായിരിക്കുമെന്ന് അവൻ മനസ്സിലാക്കും. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി ലൂഫിയെ രക്ഷപ്പെടുത്താനാവില്ല. ഇവിടെ ലൂഫി അവനാണെങ്കിൽ സാഞ്ചി കൊണ്ടുവരുന്ന ഫുഡ് അല്ലാതെ മറ്റൊന്നും ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞു കിടക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും സാഞ്ചിയൻ ടീം അവരാണെങ്കിൽ ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടമഗോയും ബാക്കിയുള്ള അസിസ്റ്റൻസും എല്ലാവരും ചേർന്ന് അവരെ വെൽക്കം ചെയ്ത് ഇപ്പോ മാക്ഷനിലേക്ക് സ്വീകരിക്കുകയാണ്. വിൻസ്മോക്ക് ആണെങ്കിൽ ക്യാഷ്വൽ ആയിട്ട് പറയും, ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്റെ സോൾജേഴ്സിനെയും നിങ്ങൾക്ക് വിട്ടുതരാം. ഇനി മുതൽ നമ്മുടെ രണ്ടുപേരുടെ ഫാമിലി അത് രണ്ടല്ല മറിച്ച് ഒന്നാണെന്ന് പറഞ്ഞ് ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഹാപ്പിയായി അവർ പുതിയൊരു തുടക്കത്തിന് വേണ്ടി മാക്ഷനിലേക്ക് നടന്നെടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ഫുൾ കലിപ്പില് നടന്നു വരികയാണ്. അവൾ കൊഞ്ചി വളർത്തിയ അവളുടെ 10ാമത്തെ മകനെ അവനെയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ ഒരു കാരണവശാലും ലൂഫിയാൻ ടീമിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ടെററായിട്ട് കടന്നു വരുമ്പോഴായിരിക്കും അവളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനെ അവിടെ കാണുക. അവരെ കാണേണ്ട താമസം അവളുടെ മനസ്സ് അതങ്ങനെ ഇളകി മറിയും. അവരുടെ പുഞ്ചിരിയും കളിയും തമാശയും ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവൾ തന്നെ പതിയെ തണുത്തു പോവാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും ആ വെഡ്ഡിങ്ങിനെ കുറിച്ചും കേക്കിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ബിഗ് മോം പറയും, എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ നടത്തും. നിങ്ങൾ എല്ലാവരും ഈ ഒരു മാരേജ് സെറിമണി അത് സൂപ്പർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ വിൻസ്മോക്ക് ഫാമിലിയെ സ്വീകരിക്കാൻ മനസ്സാൽ തയ്യാറായി ഇപ്പൊ ഐലാൻഡിന്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അവളിപ്പോ അവളുടെ മകന്റെ കാര്യങ്ങളെല്ലാം തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ അവളുടെ മനസ്സിൽ മകളും സാഞ്ചിയും അവരുടെ വിവാഹവും അത് മാത്രമാണ്.
രണ്ട് വലിയ ഫാമിലികൾ അതൊന്നു ചേരാൻ പോവുകയാണ്. അതിലൂടെ രണ്ട് ഫാമിലികൾക്കും വലിയ നേട്ടങ്ങളാണ് കൈവരിക്കാൻ കഴിയുക. ബിഗ് മോം ആണെങ്കിൽ അവളുടെ ഭാവി മരുമകനെ കാണാനായിട്ട് ഓടി വരികയാണ്. ഇവിടെ അവരെല്ലാവരും ബിഗ് മോമിനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ബിഗ് മോം അവിടേക്ക് എത്തേണ്ട താമസം സാഞ്ചി അവരെ കണ്ട് ഫ്രീസ് ആവും. ഇത്രയും വലിയ സൈസിൽ ഇങ്ങനെയൊരു രൂപത്തിലായിരിക്കും ബിഗ് മോം ഉണ്ടാവുക എന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പുട്ടിങ്ങിനെ കാണാൻ വളരെ സുന്ദരിയാണ്. ഈ ബിഗ് മോം ശരിക്കും പുട്ടിങ്ങിന്റെ അമ്മ തന്നെയാണോ എന്ന് അവൻ ഒരു സെക്കൻഡ് ചിന്തിക്കും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവർ 4 പേരെയും നന്നായിട്ടൊന്ന് നോക്കും. അപ്പോഴായിരിക്കും സാഞ്ചിയുടെ കയ്യിൽ ആ ഹാൻഡ് കഫ് കാണുക. അത് കാണുമ്പോൾ തന്നെ ബിഗ് മോം തിരിച്ചറിയും ഇതാണ് അവളുടെ ഫ്യൂച്ചർ മരുമകൻ. അവൾ ഒരുപാട് സ്നേഹത്തിൽ സാഞ്ചിയോട് പറയും, നീയാണ് രണ്ട് വലിയ ഫാമിലികളെ ഒന്നു ചേർക്കാൻ പോകുന്ന ആള്. നിനക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ടോ? അതിന് സാഞ്ചിയാണെങ്കിൽ പുച്ഛഭാവത്തിൽ തല കുനിച്ച് അങ്ങനെ ഇരിക്കും. അടുത്ത നിമിഷം പുട്ടിങ് അവള് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ചുന്ദരിയായിട്ട് അവിടേക്ക് അങ്ങനെ കടന്നു വരും. സാഞ്ചിയാണെങ്കിൽ അപ്പോഴും തല താഴ്ത്തി തന്നെ ഇരിക്കും. അവന്റെ ബ്രദേഴ്സ് ആണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങി കണ്ണിലൂടെ ലവ് ഒക്കെ പുറത്തേക്ക് പുറപ്പെടുവിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവരോട് പറയും ഇതൊരു വലിയ നവോത്ഥാനത്തിന്റെ തുടക്കമാണ്. സോ നമുക്ക് എല്ലാവർക്കും ലഞ്ച് കഴിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. സാഞ്ചി നല്ലൊരു ഷെഫാണെന്ന് ബിഗ് മോമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയും ടേസ്റ്റും ഉള്ള ഫുഡാണ് അവിടേക്ക് എത്തിച്ചിരിക്കുക. അതിലുപരി ആ ഫുഡുകൾ അവറ്റകൾ തനിയായിരിക്കും ഓരോരുത്തരുടെയും പ്ലേറ്റിലേക്ക് ചാടിക്കയറി വരിക. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. ഉടനെ പുട്ടിങ് ആണെങ്കിൽ ഒരു പേപ്പർ സാഞ്ചിക്ക് കൊടുക്കുകയാണ്. അവൻ ആ പേപ്പർ അത് തുറന്നു വായിക്കും. തനിച്ചൊരു അല്പനേരം സംസാരിക്കണം എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെയും നാമിയെയും കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. ലൂഫി അവൻ നാമിയോട് പറയും എത്രയും വേഗം നീ എവിടേക്കെങ്കിലും പോയി ഒളിക്കണം. ആ പട അവരെത്തിക്കഴിഞ്ഞു. നാമി ദൂരേക്ക് നോക്കും. അത് മറ്റാരുമല്ല ബിഗ് മോമിന്റെ ആ വലിയ പട അവറ്റകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മോൺസ്റ്റർ ട്രീയും ബാക്കിയുള്ള ട്രീസും എല്ലാം തന്നെ ബിഗ് മോമിന്റെ ആ വലിയ പട കണ്ട് പേടിച്ചു നിൽക്കും. നാമിയാണെങ്കിൽ ആ മോൺസ്റ്റർ ട്രീയുടെ മുകളിൽ കയറി ദൂരേക്ക് നോക്കും. അവളപ്പോ കാണും എണ്ണമറ്റ അത്രയും ആളുകള്. അവരുടെ കയ്യിൽ പെട്ട തീർച്ചയായിട്ടും ലൂഫിയുടെയും അവളുടെയും പൊടി പോലും കാണില്ല. ലൂഫിക്കാണെങ്കിൽ സാഞ്ചിയുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരുപാട് അടിയിടിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല. നാമി ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. അവർ പോയതിനു ശേഷം നമുക്ക് ഇവിടേക്ക് തിരികെ വരാം. പക്ഷെ ലൂഫി ആണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല. ആരൊക്കെ വന്നാലും ഞാൻ ഇവിടുന്ന് മാറില്ല. സാഞ്ചി അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ തറപ്പിച്ചു നിൽക്കും. അടുത്ത നിമിഷം ആ വലിയ പട അവര് കറക്റ്റായിട്ട് ലൂഫിയെ കാണുകയാണ്. ഇനി അവരെവിടെ പോയി ഒളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ലൂഫി രണ്ടും കൽപ്പിച്ച് കൈയൊക്കെ ചുരുട്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. അതിനവരും വമ്പം ഫോഴ്സിൽ ലൂഫിക്ക് നേരെ വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.